Hi friends, SUFAIL'S പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോൺ മോഡൽ ഫിഷ് പോണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഓവർഫ്ലോ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അതേമാതിരി തന്നെ നമ്മളിവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഫ്രീ എനർജി ഇറക്കുന്ന ഒരു വെള്ളച്ചാട്ടവും സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടില്ലേ, നാട്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തം വെള്ളം ഒലിച്ച് പോകണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റോൺ മോഡൽ ഫിഷ് പോണ്ടിൻ്റെ മേക്കിംഗ് വീഡിയോ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ പോയി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനായിട്ട് അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ ഒരു പൈപ്പാണ്, അതായത് നമ്മൾ നനക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുപ്പി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കുപ്പിൻ്റെ എത്ര അളവിലാണ് നമുക്ക് വേണ്ടത് അവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫിഷ് പോണ്ടിൽ വെള്ളമൊന്നും കുറയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഹോളിനനുസരിച്ച് കാര്യം ഇതിലെ വെള്ളം നിൽക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ കൃത്യ അളവെടുത്ത് കണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതാ ഈ ഒരു കുപ്പിക്ക് നമ്മളെ ഫിഷ് പോണ്ടിൻ്റെ അളവൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കത് അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിത് അടുത്തതായിട്ട് നമ്മളെ ഈ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് ഇതായത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ ഈ ഒരു കുപ്പിക്ക് നിൽക്കുന്ന അളവിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ ഒരു പൈപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കൊതുകിൻ്റെ നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മീനാളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. പിന്നെ നമുക്കിത് ഇങ്ങനെ കെട്ടി കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു കൊതുക് വലയും അടിപൊളിയും ഇവിടെ സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു പൈപ്പിൽ ഇനി വെള്ളം നിറക്കാനാണ് നമ്മൾ അടുത്ത പണി. അപ്പോൾ നമ്മളിത് ആ മീൻകുയിലേക്ക് ഇതുപോലെ ഇങ്ങനെ താത്തി ഇതിൽ വെള്ളം നിറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമ്മളിത് 2 സൈഡ് നന്നായി പൊത്തി പിടിച്ചിക്കാണ്ട് ഇങ്ങനെ ഇപ്പുറത്തേക്കാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഈ ഒരു വെള്ളം വരുന്ന ഭാഗം ഇങ്ങനെ കുപ്പിക്കണ്ട് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് ആ കുപ്പിയൊക്കെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കത് ഈ ഒരു ഹോളിലൂടെ ഇങ്ങനെ വെള്ളം പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മളെ ഫിഷ് പോണ്ടിലാകുമ്പോൾ അവിടെ വെള്ളം സ്റ്റോപ്പ് ആവുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു നിന്ന് കണ്ട് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓവർഫ്ലോ എപ്പോഴും വർക്കിങ്ങിൽ തന്നെയാണ്. ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഓവർഫ്ലോ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു ലെവലിൽ അതിന് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞുകാണ്ട് ഇത് അവിടെ നിന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓവർഫ്ലോ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇത് അതുപോലെ 2 സ്റ്റിക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കും കൂടി വെച്ചെടുക്കാം. നമ്മളതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതുപോലെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അതുപോലത്തെ ചെറിയ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാനാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ട്യൂബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ട്യൂബ് ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ ഒരു വലിയ ട്യൂബ് എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു ചെറിയ ട്യൂബ് വെള്ളം ഒലിക്കുന്ന ട്യൂബ് ആയിക്കാരത് ഇവിടെ ഇങ്ങനെ ചെറിയ ഹോളിലും കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു ട്യൂബുകളുടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ഫെവി ബോണ്ട് എന്നൊരു പശയാണ് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇപ്പോൾ വേറെ ഏതെങ്കിലും പശയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല എയർ ടൈറ്റ് ആയാലേ നമുക്കിതിൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതിൻ്റെ ഈ 2 വശത്തുമായിട്ട് നന്നായി പശട്ട് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോട്ടിൽ വെള്ളം നിറക്കണം. നമ്മളിപ്പോൾ ഫ്രണ്ട്സ്, ഇത് മൊത്തം വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു അടിയിലെ ഭാഗം വിട്ടാൽ വെള്ളം പോകും. ഇങ്ങനെ പൊത്തി പിടിച്ചിക്കാണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ബാക്കിൽ ആ ട്യൂബ് ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ തട്ടുന്ന രീതിയിലാണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പശ കൊട്ടിച്ചത് അടിപൊളിയായിട്ടുണ്ടായി, കൂടെ ഒന്നും ലീക്കൊന്നുമില്ല. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇട്ടെടുത്താൽ ഈ ഒരു ബാക്കിൽ പൈപ്പ് കൂടെ വെള്ളം കയറണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഓവർഫ്ലോ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. പക്ഷേ അത്രക്കാണ്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മളൊരു വാട്ടർ ഫൗണ്ടൈന്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുകളിലെ ഒട്ടിച്ചുള്ള ഒരു പശൻ്റെ കൂടെ ലീക്ക് എടുക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാറ് നല്ല പശക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ ഇതിലാറ് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും ഗുഡ് ബൈ.